ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ സ്വയം തീരുമാനമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും കൂടെ ഉണ്ടാവണമെന്നില്ല. ആരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവരെ ആകും നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ആളുകളെ സഹായിക്കുന്നതൊക്കെ നല്ലതു തന്നെ. പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണ് എന്ന് കരുതി ചെയ്യുന്നത് ഉപദ്രവമായി മാറിയേക്കാം. വിശ്വസ്തനായ ഒരു സുഹൃത്തിന് 1000 ബന്ധുക്കളേക്കാൾ വിലയുണ്ട്. സാഹചര്യത്തിനൊത്ത് നിറം മാറുന്നത് ഈ ലോകമല്ല, മനുഷ്യരാണ്. അവർക്കിടയിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ട. അവർക്കത് മനസ്സിലാകും. നമ്മെ മനസ്സിലാകാത്തവരോട് അധികം ഒന്നും പറയേണ്ട. അവർക്കത് മനസ്സിലാകില്ല. ഈ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം, നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാരാണ്. നമ്മുടെ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ മുന്നോട്ടു പോകാം. ജീവിതം അങ്ങനെയാണ്. നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ തീരൂ. അതാണ് ജീവിതം. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും. ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും. ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നമ്മളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി സ്നേഹിക്കുക. ചിന്തകളുടെ ആഴം കൂടുന്തോറും ഉറങ്ങാനുള്ള സമയം കുറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും ആ ജീവിതം നമ്മളെ വിട്ട് കുറേ ദൂരേക്ക് പോയിട്ടുണ്ടാകും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും കൈവിട്ടു പോയ കുറച്ച് ആളുകളുണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമാദ്യം ഒരുപാട് ചിരിക്കാനും പിന്നീടൊരിക്കൽ കരയാനും പറ്റുന്ന ഒന്നാണ് ഓർമ്മകൾ. സ്നേഹം തരുന്ന ഒരുപാട് വഴികൾ മുന്നിലുണ്ടെങ്കിലും ഒരിക്കലും സ്നേഹം ലഭിക്കുമെന്ന് അറിയുന്ന വഴിയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭ്രാന്താണ് ചിലപ്പോൾ എല്ലാം. സ്നേഹം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നും എപ്പോഴും ആരും കൂടെ ഉണ്ടാവില്ല എന്നത്. ചേർത്ത് പിടിക്കുമ്പോഴും ചേർത്ത് പിടിക്കപ്പെടുമ്പോഴും കണ്ണിൽ നനവ് പടരുന്നുണ്ടെങ്കിൽ അതിൽ സ്നേഹമുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട് മുകളിൽ. നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ വാക്കുകൾ കൈമാറാതിരിക്കുക. ചിലരുടെയൊക്കെ ജീവിതവും ജീവനും നിങ്ങൾ കൊടുത്ത ആ വാക്കിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വാക്കുകളാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ചിലതിന് ഒന്നും രണ്ടാമത് ഒരു അവസരം ഇല്ല. ഒരിക്കൽ പോയാൽ പോയത് തന്നെയാണ്. സ്നേഹിക്കുക, അതിരുകളില്ലാതെ, അറ്റമില്ലാതെ, നമ്മളെ മാത്രം. ഒരു പരിധിയിലാവുക. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ, പരിഗണനയിൽ, പ്രാധാന്യത്തിൽ. സ്വയം വേദനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. സ്നേഹം, പരിഗണന, സന്തോഷം, സമാധാനം. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള 4 കാര്യങ്ങൾ. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം. ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. നമുക്കറിയാവുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നമ്മൾ പോലും അറിയാത്ത ക്യാരക്ടർ ഉണ്ടാവും. ഒറ്റയ്ക്ക് പറക്കാനും ഏറെ ദൂരം പിടിച്ചു നിൽക്കാനും പഠിക്കണം. എല്ലായ്പ്പോഴും ചില്ലിക്കിട്ടിയെന്ന് വരില്ലല്ലോ. തോറ്റേക്കാം ഒരുപാട് തവണ. എന്നാലും നീ നിൻ്റെ വിശ്വാസം കൈവിടേണ്ട. നിന്നിൽ വന്നു ചേരാനുള്ളതാണെങ്കിൽ അത് നിന്നിൽ വന്നു ചേരുക തന്നെ ചെയ്യും. പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ. ചില സൗഹൃദങ്ങൾ പ്രണയത്തെയും മറികടക്കും. അവർ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ അതിൽ സത്യമുണ്ട്, അതിൽ സൗന്ദര്യമുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സമാധാനമുണ്ട്. തുടക്കം എല്ലാം മനോഹരമായിരിക്കും. പിന്നീട് അവർക്കത് മടുത്തു തുടങ്ങും. നിന്നിലെ ആത്മാർത്ഥതയെ ഞാൻ എന്നേക്കുമായി ഒഴിവാക്കുന്നു. എന്താണെന്നറിയില്ല, അതിന് കുറച്ചധികം ഭാരം കൂടുതലാണ്. ആത്മാർത്ഥമായ സ്നേഹം ഒരാളോട് മാത്രമേ തോന്നൂ. അത് ഇന്നും ഒരു നീറലായി എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ ആരെയും സഹായിച്ചില്ലെങ്കിലും
ഒരിക്കലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ആരെങ്കിലും ഉപദ്രവിച്ച് നേടുന്ന വിജയം ഒരിക്കലും നല്ല സമാധാനം കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇനിയൊരിക്കലും നമ്മുടെ അടുത്തില്ല എന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം നെഞ്ചിനകത്തെ വിങ്ങൽ. നമ്മളെ വേണ്ട എന്ന് പറയുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്തോറും അവിടെ ശ്വാസം മുട്ടുന്നത് നമുക്ക് തന്നെയാണ്. സ്നേഹമുള്ളിടത്ത് പിണക്കമുണ്ട്, പിണക്കമുള്ളിടത്ത് ഇണക്കവും. മനുഷ്യരാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നീ അയാൾക്ക് ഇന്ന് പ്രിയപ്പെട്ടതാണെങ്കിൽ ചിലപ്പോൾ നീ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും നാളെ. ചിലപ്പോൾ ഒരു ദിവസം പണമാണ് വലുത് എന്ന് തോന്നും, പക്ഷേ സമാധാനമാണ് വലുത് എന്ന് കാലം തെളിയിക്കും. ഈ ലോകത്ത് പ്രണയിച്ചു തോറ്റുപോയവരായിരിക്കും കൂടുതൽ, അത്രമേൽ ഭ്രാന്തമായി പ്രണയിച്ച ഒരാൾക്ക് വേണ്ടി മാത്രം. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. ഒരിക്കൽ കണ്ടുമുട്ടുന്നവർ പിന്നെ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയില്ല. ആ ഒരു മനുഷ്യൻ കീശയിൽ കുറേ പണമുണ്ട്, എന്നിട്ടും ആ മനുഷ്യൻ ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ മേടിക്കുന്നില്ല. കാരണം എന്താണെന്നറിയുമോ? ആ മനുഷ്യൻ ഒരിക്കലും ഒരു പിശുക്കനായതുകൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ അച്ഛനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ അച്ഛൻ മക്കൾക്ക് വേണ്ടി അവരുടെ ഇഷ്ട സാധനങ്ങൾക്ക് വേണ്ടി മാത്രം പൈസകൾ ചെലവാക്കി ജീവിക്കുന്നു. ആളുകളെ സഹായിക്കുന്നത് ഒക്കെ നല്ലത് തന്നെ, പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണ് എന്ന് കരുതി ചെയ്യുന്നത് ഉപദ്രവമായി മാറിയേക്കാം. വിശ്വസ്തനായ ഒരു സുഹൃത്തിന് 1000 ബന്ധുക്കളേക്കാൾ വിലയുണ്ട്. സാഹചര്യത്തിനൊത്ത് നിറം മാറുന്നത് ഈ ലോകമല്ല, മനുഷ്യരാണ്. അവർക്കിടയിൽ നിന്നും അകലം പാലിക്കുന്നത് നല്ലത്. നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ട, അവർക്കത് മനസ്സിലാകും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ സ്വയം തീരുമാനമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും കൂടെ ഉണ്ടാവണമെന്നില്ല. ആരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവരാകും നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ഇറങ്ങിപ്പോകാനുള്ള വഴി കണ്ടുപിടിക്കാതെ ഒരിക്കലും നിങ്ങൾ ഒരാളിലേക്കും ഭ്രാന്തമായി നടന്നേക്കരുത്. ഒരിക്കലും ഒരാളിലേക്കും അഡിക്റ്റായി ജീവിക്കുകയും ചെയ്യരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇനിയൊരിക്കലും നമ്മുടെ അടുത്തില്ല എന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം നെഞ്ചിനകത്തെ വിങ്ങൽ എത്രത്തോളമുണ്ടെന്ന്. നമ്മളെ വേണ്ട എന്ന് പറയുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നതോറും അവിടെ ശ്വാസം മുട്ടുന്നത് നമുക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക. സ്നേഹമുള്ളിടത്തെ പിണക്കമുണ്ടാവുകയുള്ളൂ, പിണക്കമുള്ളിടത്തെ സ്നേഹവും ഉണ്ടാവുകയുള്ളൂ. മനുഷ്യരാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, സ്വാഭാവികം. നീ അയാൾക്ക് ഇന്ന് പ്രിയപ്പെട്ടതാണെങ്കിൽ നാളെ നീ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടായിത്തീരും. നമ്മുടെ കൂടെ ഉണ്ടാവുന്നവരെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. അപ്പോഴും നമ്മൾ തനിച്ചാണ്. മിണ്ടാതിരുന്നാൽ മാത്രമല്ല, എപ്പോഴും മിണ്ടുന്ന പോലെ മിണ്ടിയില്ലെങ്കിലും വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. നമ്മളാരും മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത് നമ്മുടെ ജീവിതം. ഈ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം, നമ്മുടെ അവസ്ഥ ഏറ്റവും നല്ലതാണെങ്കിൽ സ്വന്തക്കാരെല്ലാവരുമുണ്ട്, ബന്ധുക്കളെല്ലാവരുമുണ്ട്. നമ്മുടെ അവസ്ഥ വളരെ മോശമായ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു സ്വന്തക്കാരും ഇല്ല, ഒരു ബന്ധുക്കളുമില്ല, നമ്മൾ മാത്രം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ചില ഒറ്റയ്ക്കുള്ള യാത്രകൾ നല്ലതാണ്, ചിലരെ മനസ്സിലാക്കാനും ചിലരെ നമ്മുടെ കൂടെ ഇല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനും. അടുത്താൽ അകലേണ്ടി വരും, അകൽച്ചയാണ് ദുഃഖവും. നമ്മൾ ഉറങ്ങുമ്പോൾ ഉണരുമോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് നമ്മൾ എന്തിനോ ഉണർന്നിരിക്കുമ്പോൾ അഹങ്കരിച്ചു നടക്കുന്നത്. ആരും തന്നെ മനുഷ്യനായത് കൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മറിച്ച് മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഏതൊരു മനുഷ്യനും തിരക്കിലാവുക എന്നത് സ്വാഭാവികമാണ്. ആ തിരക്കിനിടയിലും തിരക്കി വരുന്ന മനുഷ്യരുണ്ടാവുക എന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്. Thanks for watching. Don't forget to subscribe.